നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. തെക്കൻ ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മുൻ ഹിസ്ബുള്ള സെക്രട്ടറി ജനറൽ ഹസൻ നസ്രയുടെ പിൻഗാമിയായി കരുതപ്പെടുന്ന ഹാഷിം സഫീദ്ദീൻ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. ഹസൻ നസ്രല്ല കൊല്ലപ്പെട്ട ഒരാഴ്ചയ്ക്കുള്ളിലാണ് ഹാഷിം സഫീദ്ദീനെയും ഇസ്രായേൽ കൊലപ്പെടുത്തിയിരിക്കുന്നത്. ബെയ്റൂട്ടിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹാഷിം സഫീദ്ദീൻ കൊല്ലപ്പെട്ടതായാണ് IDFന്റെ സ്ഥിരീകരണം. സൗദി വാർത്താ ഏജൻസിയായ അൽഹദത്താണ് ഇത് സംബന്ധിച്ച വാർത്ത ആദ്യമായി പുറത്തുവിട്ടത്. ബെയ്റൂട്ടിന്റെ തെക്കൻ മേഖലയിൽ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളായ ദഹിയെ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. പിന്നാലെ ഇവിടെ കനത്ത ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത്. ഹിസ്ബുള്ളയുടെ അടുത്ത മേധാവിയായി ചുമതലയേൽക്കുമെന്ന് നേതൃത്വം അറിയിച്ച ഹാഷിം സഫീദ്ദീനെ ലക്ഷ്യമിട്ടാണ് വ്യോമാക്രമണം നടത്തിയത്. ഇവിടെ ഒരു ഭൂഗർഭ ബങ്കറിനുള്ളിൽ സഫീദ്ദീൻ ഒളിവിൽ കഴിയുന്നുണ്ട് എന്ന രഹസ്യ വിവരം ലഭിച്ചതിന് പിന്നാലെയാണ് ഈ നീക്കം നടത്തിയത്. ഹിസ്ബുള്ളയുടെ 7ഓളം നേതാക്കളെയാണ് ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ ഇസ്രായേൽ വധിച്ചത്. 1960കളുടെ തുടക്കത്തിൽ തെക്കൻ ലെബനനിലാണ് സഫീദ്ദീൻ ജനിച്ചത്. ഹിസ്ബുള്ളയുടെ സ്ഥാപക അംഗങ്ങളിൽ ഒരാളായാണ് സഫീദ്ദീനെ കണക്കാക്കുന്നത്. 1994 മുതൽ ഹിസ്ബുള്ളയുടെ പ്രവർത്തനങ്ങളിൽ ഇയാൾ സജീവമായിരുന്നു. അന്ന് മുതൽ ഇയാളെ നസ്രല്ലയുടെ പിൻഗാമി എന്ന രീതിയിൽ തന്നെയാണ് അറിയപ്പെട്ടിരുന്നത്. ഇറാനിലും ഇറാഖിലുമടക്കം മതപഠനം നടത്തിയിട്ടുണ്ട്. 2017 US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇയാളെ ഭീകരനായി പ്രഖ്യാപിച്ചു. 1980കളിൽ ലെബനനിലെ ആഭ്യന്തര യുദ്ധത്തിനിടയിൽ ഷിയ തീവ്രവാദി ഗ്രൂപ്പിന്റെ രൂപീകരണത്തിനും പങ്കുചേർന്നിരുന്നു. നസ്രല്ലയ്ക്കൊപ്പം അതിന്റെ മുൻനിരകളിലേക്ക് ഉയർന്നുവന്ന നേതാവാണ് ഇദ്ദേഹം. ഹിസ്ബുള്ളയുടെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുകയും രാഷ്ട്രീയ സാംസ്കാരിക നേതാവായി പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഉൾപ്പെടെ വിവിധ നേതൃത്വപരമായ റോളുകൾ സഫീദ്ദീൻ വഹിച്ചിട്ടുണ്ട്. ഗാസ മുനമ്പിൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസ് ഗവൺമെന്റ് തലവൻ റഫീ മുഷ്താഖ, ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോയിലും ഹമാസിന്റെ ലേബർ കമ്മിറ്റിയിലും സുരക്ഷാ ചുമതല വഹിച്ചിരുന്ന സമീർ അൽ സിറാജ്, ഹമാസിന്റെ ജനറൽ സെക്യൂരിറ്റി മെക്കാനിസത്തിന്റെ കമാൻഡർ സമി ഔദ് എന്നീ ഭീകരരെ വധിച്ചതായി IDF പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട്. കൊല്ലപ്പെട്ട നസ്രല്ലയുടെ ബന്ധു കൂടിയാണ് ഹാഷിം സഫീദ്ദീൻ. ഹിസ്ബുള്ള അംഗങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി 250 പേരാണ് കൊല്ലപ്പെട്ടത്. ഇക്കൂട്ടത്തിൽ ഹാഷിം സഫീദ്ദീൻ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രല്ലയുടെ അനുസ്മരണവും വെള്ളിയാഴ്ച പ്രാർത്ഥനയും ഇന്നലെ മധ്യ ടെഹ്റാനിലെ ഇമാം ഖമനയി ഗ്രാൻഡ് മൊസല്ല പള്ളിയിൽ ഖമനയിയുടെ നേതൃത്വത്തിൽ നടന്നിരുന്നു. 2020 ജനുവരി 3-ന് റവല്യൂഷണറി ഗാർഡ്സ് കമാൻഡർ ഖാസിം സുലൈമാനിയെ കൊലപ്പെടുത്തിയ ആക്രമണത്തിന് മറുപടിയായി ഇറാഖിലെ US സൈനിക താവളത്തിലേക്ക് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. ഇതിനുശേഷം 2020 ജനുവരിയിലാണ് ഖമനയി ഇതിനു മുൻപ് അവസാനമായി വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയത്. അതുകൊണ്ട് തന്നെ ഇറാന്റെ ഭാഗത്തു നിന്നും പുതിയ ഒരു ആക്രമണ സാധ്യത വിലയിരുത്തപ്പെട്ടിരുന്നു. ഹമാസിനെയും ഹിസ്ബുള്ളയെയും തോൽപ്പിക്കാൻ ഇസ്രയേലിന് സാധിക്കില്ല എന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമൈനി അവകാശപ്പെട്ടിരുന്നു. ഇസ്രയേലിനെതിരായുള്ള ഇറാന്റെ നീക്കം ഉടനെ ഉണ്ടാകില്ല, അതേസമയം ഇത് നീട്ടിവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും കൃത്യസമയത്ത് നടപടി ഉണ്ടാകുമെന്നുമാണ് ഖമൈനി ഇന്നലെ പറഞ്ഞത്. ഇസ്രയേലിനെതിരെ 2023 ഒക്ടോബർ 7-ന് ഹമാസ് നടത്തിയ ആക്രമണം നീതീകരിക്കാവുന്നതാണ്, അത് ശരിയായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. ഹമാസും ഹിസ്ബുള്ളയുമായി ചേർന്ന് ഇറാൻ പൊതുശത്രുവിനെ നശിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. ഇസ്രയേലിന് തങ്ങളെ ഒരിക്കലും തോൽപ്പിക്കാനാകില്ല, ഇസ്രയേലിനെതിരെ മുസ്ലിം രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. 5 വർഷത്തിന് ശേഷമാണ് ഖമൈനി പൊതുപ്രസംഗം നടത്തുന്നത്. ഇസ്രയേലിനെതിരെ വൻ മിസൈൽ ആക്രമണത്തിന് ശേഷമാണ് ആയത്തുള്ള അലി ഖമൈനി വെള്ളിയാഴ്ച പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകാനും രാജ്യത്തിന്റെ പദ്ധതികൾ സംബന്ധിച്ച ഒരു പൊതുപ്രഭാഷണം നടത്താനും എത്തിയത്. ഇതിന് പിന്നാലെയാണ് ഹമാസിന്റെ തലവനായി അവരോധിക്കപ്പെടാൻ നിശ്ചയിച്ചയാൾ തന്നെ ഇപ്പോൾ IDF കാലപുരിക്ക് അയച്ചിട്ടുള്ളത്. മലയാളി വാർത്ത പ്ലസ്.